അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വീടുകളുടെ വിൽപ്പനൻ്റെ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആളുകൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആവുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ വീടുകളൊക്കെ വാങ്ങുമ്പോൾ, സ്ഥലങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പർ ഇങ്ങനെ ഒരു ആധാരങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളായിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആരും ഒരു കുഴി പോയി ചാടണ്ട ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ. എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് കരുതി. അതായത് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങുമ്പോൾ, ഒരാളൊരു വീട് വാങ്ങുക, അപ്പോൾ അവർക്ക് ഇപ്പം എന്താ വെച്ചാൽ കൂടുതലായിട്ട് അറിയില്ല. ഇതിപ്പോൾ അയാൾ ഫസ്റ്റ് ടൈം കാര്യം ഒരു സ്വപ്ന വീട് വാങ്ങുക. ഈ വിൽക്കുന്ന ആളും ചിലപ്പോൾ അങ്ങനെ തന്നെയാവും. അപ്പോൾ ഇവർക്കിത് എന്താ ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ, ഇതൊന്നും അറിയില്ല. അപ്പോൾ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് പേപ്പേഴ്സ്. ഇത് കണ്ടോ, 6-7 അടിയാധാരങ്ങളുണ്ട്, പട്ടയം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. ചില ആളുകൾ കുഴി പോയി ചാടും. നമ്മൾ വലിയൊരു ഇനീഷ്യൽ എമൗണ്ട് ഇവർക്ക് കൊണ്ടുപോയി അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പേപ്പറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അടുത്ത് കൊടുത്ത അഡ്വാൻസ് അവരുടെ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. വീട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വന്തം കിടപ്പാടം വിൽക്കുന്നത് ബാങ്ക് ലോൺ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലൊക്കെ ആവും വീട് വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരാൾ ഈ പൈസ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ബാങ്ക് കൊണ്ടേ അടക്കും, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ആൾക്കാർ കൊടുക്കും. ഈ പേപ്പറിലെ ഡോക്യുമെൻറ്റ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ നിന്ന് കിട്ടൂല. ഇത് ആകെ കൂടെ മിക്സ് ആവും. നിങ്ങളെ പൈസ അവിടെയും കുടുങ്ങി അവിടുത്തെ തരാനുമില്ല, ഈ പ്രോപ്പർട്ടി വാങ്ങണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വാക്ക് തർക്കങ്ങളും കച്ചറകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടണ്ട. എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് വീടുകൾ ഇപ്പോൾ നമ്മളതിന് പിന്നാലെ നടക്കണമെന്നിട്ട് ചെറിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വീട് വാങ്ങുമ്പോൾ ഫസ്റ്റ് വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് ചെറിയ ടോക്കൺ കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ എവിടുന്ന് വീട് വാങ്ങണമെങ്കിലും കച്ചറകളും ഈ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. എവിടുന്ന് നമ്മൾ വീട് വാങ്ങണം, എന്ത് പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിലും ആദ്യം സ്ഥലം പോയി കാണുക, അതിരുകൾ കറക്റ്റാക്കുക. ഇതിൻ്റെ അതിരി ഏതാണോ, എന്നിട്ട് അപ്പോൾ അതിരുകളൊക്കെ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് വീടും ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്വാൻസ് കൊടുക്കുക. വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുക. ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പാടുള്ളൂ. 500-1000, മാക്സിമം പോയാൽ 5000. അത് പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങുക. ഇതുപോലുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് അവർ തരും. ആധാരങ്ങൾ, അടിയാധാരങ്ങൾ. നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ അടിയാധാരം എന്ന് പറയും. ഇനിയിപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ മുന്നാധാരം അങ്ങനെയൊക്കെ പറയും. ആധാരം, അതിൻ്റെ അടിയിലുള്ള ചിലപ്പോൾ ഒരുപാട് അടിയാധാരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പട്ടയത്തിൻ്റെ കോപ്പി ഉണ്ടാവും. പിന്നെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, കുടിക്കടം, RR ഇങ്ങനെയുള്ളതൊക്കെ. നമ്മൾ ഫസ്റ്റ് ആധാരം വാങ്ങുക, അതിൻ്റെ അടിയാധാരങ്ങളും വാങ്ങുക. എന്നിട്ട് നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാളെ, ഏതെങ്കിലും കച്ചവടക്കാർ വരുമ്പോൾ അവർ പറയുന്നവരുടെ അടുത്ത് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഏതൊരു ലീഗൽ അഡ്വൈസർ, ഏതൊരു വക്കീൽ മുഖാന്തരം അല്ലാന്നുണ്ടെങ്കിൽ ആധാരം എഴുതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, വിശ്വാസയോഗ്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോവുക. എന്നിട്ട് പറയാം, ഞാനിങ്ങനെ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്, അതിൻ്റെ ആധാരങ്ങളാണ്, നിങ്ങളിതൊന്ന് വെരിഫൈ ചെയ്യും, ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയറിയാം. അപ്പോൾ അവരിപ്പോൾ ഇങ്ങനെ നോക്കും. ചിലപ്പോൾ വക്കീലിൻ്റെ അടുത്തൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ഫീസ് വാങ്ങും. എങ്കിൽ കൂടെ കുഴപ്പമൊന്നുമില്ല. നമ്മളുള്ളത് നമുക്ക് മനസ്സിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാവും. ഇനി അതല്ല, ആധാരം ഏതിന് ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താലും അവർക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കും, മറിച്ച് ഇങ്ങനെ എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ നോക്കിയിട്ട് എന്നിട്ട് അവർ പറയും ഈ ഫസ്റ്റ് നമ്മൾ കൊടുക്കണം അതിൻ്റെ അടിയാധാരത്തിൽ എത്ര ആധാരങ്ങൾ കുറവുണ്ടോ, അപ്പോൾ അവർ എഴുതി തരും. ഈ സർവേ നമ്പറിൽ ഇത്രാമത്തെ നമ്പർ ആ ഒരു അടിയാധാരത്തിലില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ തരും. ഇപ്പോൾ ഈ ഒരു ആധാരം ഞാൻ പറഞ്ഞത്, ഇതാണ് മുന്നാധാരം, അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് കേട്ടോ. ഇതാണ് ഒരു ആധാരം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഈ ജന്മം തീരാധാരം ഉണ്ട് ഇവിടെ, ജന്മം തീരാധാരം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി ബാങ്കിലൊക്കെ ലോൺ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ജന്മം തീരാധാരം അല്ല എന്നുണ്ടെങ്കിൽ പല ബാങ്കുകളും നമുക്ക് ലോൺ കൊടുക്കില്ല. ഭൂമി തന്നെ പലതരത്തിലുണ്ട്, പാടുണ്ട്, കാണുണ്ട്, അങ്ങനെയുള്ള 19ഓളം തരത്തിലുള്ള ഭൂമികളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ആധാരം നോക്കണ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടാവും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ അതിൻ്റെ സ്കെച്ച് ഉണ്ട്, അടിയാധാരങ്ങളുണ്ട്. പിന്നെ പട്ടയം, ഇതാണ് പട്ടയം. ചില ആളുകൾ പറയും ഇത് പട്ടയം. ഇതൊക്കെ എൻ്റെ ഫോട്ടോസ്റ്റാറ്റായിട്ട് ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാണാൻ കഴിയുന്നുണ്ടോയെന്നുള്ള അറിയില്ല. ഇത് പട്ടയം. ഇനി പട്ടയത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ അവർ പറയും പട്ടയത്തിൻ്റെ ഓർഡർ, അതായത് പട്ടയം കിട്ടുന്നതിൻ്റെ മുന്നേ പട്ടയത്തിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്.
അപ്പോൾ അത് വാങ്ങണം. പിന്നെ കുടിക്കടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് അറിയാമായിരിക്കാം, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും പേപ്പേഴ്സ് നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഒരു വീട് അപ്പോഴാണ് ഈ പേപ്പറൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്കത് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് സെറ്റ് ആവുള്ളൂ. കാരണം എന്തിന് പേപ്പേഴ്സിനൊക്കെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടുകൾ കൊണ്ട് നമുക്ക് രണ്ടാമത് നമ്മളത് വാങ്ങിച്ചിട്ട് വേറെ ആൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ പേപ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ബാങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ അതുപോലെ ഈ പേപ്പറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ലോൺ തരില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ പേപ്പേഴ്സ് ഫുള്ള് ക്ലിയർ ആക്കി തന്നെ വാങ്ങാം. ഒന്നാമത് അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ആധാരങ്ങൾ, അതിൻ്റെ അടിയാധാരങ്ങൾ, അതിന് എന്തൊക്കെയാണോ വേണ്ടത് ആ ഒരു പേപ്പേഴ്സ് ഫുള്ള് അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് മാത്രം നിങ്ങൾ വലിയൊരു ഇനീഷ്യൽ എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി കിട്ടുള്ളൂ. നമ്മൾ 1000 അഡ്വാൻസ് കൊടുത്തു, ബാക്കിയുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചില പേപ്പർ അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെറിയ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ പകർപ്പ് കിട്ടും. അതേപോലെ തന്നെ പട്ടയം ഇല്ലെങ്കിൽ പട്ടയത്തിനൊക്കെ ലാൻഡ് ട്രൈബ്യൂണലിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ ഇടവേളയിൽ അതൊക്കെ കിട്ടും. പേപ്പറൊക്കെ റെഡി ആയതിന് ശേഷം നിങ്ങൾ അത് റെഡിയായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഇനീഷ്യൽ ഫണ്ട് കൊടുത്താൽ മതി. ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് കാലയളവ് ഉണ്ടാവും. ചിലപ്പോൾ 3 മാസം 4 മാസമൊക്കെ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതും. അപ്പോൾ ഇനി ഒരു 5 ലക്ഷം രൂപ ഇന്നത്തെ ഡേറ്റിൽ, ഇനി ബാക്കി വരുന്നത് 4 മാസം കഴിഞ്ഞിട്ട് ജൂൺ 30 എന്നൊക്കെ പറഞ്ഞിട്ട് ഡേറ്റ് ഇട്ടുണ്ട്. അങ്ങനെ അഗ്രിമെൻറ്റിൻ്റെ ഫോർമാറ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടു പെടണ്ട. അതാണ് ഒന്നാമത് പറയാനുള്ളത്. ഈ ആധാരങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആധാരങ്ങൾ നമ്മൾ പേപ്പർ അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കാവനൂർ ഭാഗത്തൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് മേടിച്ചെടുത്തു. അപ്പോൾ അവർ മേടിച്ചെടുത്തപ്പോൾ അതിൻ്റെ അടിയാധാരങ്ങൾ നോക്കിയപ്പോൾ 3ാമത്തെ അടിയാധാരത്തിൽ ഒരു സ്ത്രീ ഉണ്ട്. ആ ഒരു സ്ത്രീയുടെ പേര് അവരിപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ആ ഒരു 12 വർഷം മുന്നത്തെ ഒരു അടിയാധാരമായിരുന്നു. അന്ന് തന്നെ അവർക്ക് 80 വയസ്സാണ്. അപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ആധാരത്തിൽ അവർ അടിവരായിട്ട് എഴുതിയിട്ടുണ്ട് ചിത്തഭ്രമം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് മാനസിക അസ്വസ്ഥത ഉള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മൾ മണ്ടി പോയി കഴിഞ്ഞാൽ കിട്ടാൻ കഴിയില്ല. ആ ഒരു പ്രശ്നം അതിലുള്ളത് കൊണ്ട് അപ്പോൾ ആ ഒരു ഇത് ലീഗലല്ല എന്നല്ല, നമ്മൾക്കൊരു ബാങ്കിലോ ലോണിനോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടോ ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഈ ഒരു ആധാരം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആധാരം എൻ്റെ പേരിലുള്ള ആധാരമാണ് കുട്ടികളെ. ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അവകാശികൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നിലവിൽ ആധാരത്തിൽ ആൾ ജീവിച്ചിരിപ്പില്ല, അപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഫാമിലി മെമ്പർഷിപ്പ് എന്നുള്ളൊരു പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫാമിലി മെമ്പർഷിപ്പൊക്കെ നമ്മൾ അതൊക്കെ ഇല്ലാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാലത്ത് അത് കൊടുക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഫാമിലി മെമ്പർഷിപ്പ് അന്ന് നമ്മളടുത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അവരെ മക്കളെ ഐക്യമുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾക്കത് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പേപ്പറുകൾ മുനിസിപ്പാലിറ്റിയിൽ, വില്ലേജിൽ നികുതി, മുനിസിപ്പൽ നികുതി, മറ്റേ ഇവിടെ വില്ലേജിൽ നികുതി, അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എനിക്ക് അനുഭവമുള്ളൊരു കാര്യം പറഞ്ഞാൽ, എൻ്റെ ഈ വീട്ടിൽ 8 സെൻറ്റ് സ്ഥലത്തിൽ ഇവിടെ റീസർവേ വന്നു. മഞ്ചേരി ഭാഗത്ത് എല്ലായിടത്തും റീസർവേ വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ. ഇവിടെ കുറേ മുന്നേ റീസർവേ വന്നപ്പോൾ അന്ന് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇവരോട് അളക്കാൻ വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു. ആധാരം ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവരിങ്ങനെ വന്നിട്ട് അടയാളപ്പെടുത്തി പോയി. വില്ലേജിൻ്റെ അവിടുത്തെ രേഖയിൽ എൻ്റെ ഈ വീടിൻ്റെ ഈ 8 സെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിൽ ആരതാണ് എന്താണെന്നുള്ള ഇതൊന്നും അവിടെ ഇല്ല, രേഖയിലില്ല. ഞാൻ നികുതി അടക്കാൻ പോയ സമയത്ത് അതൊക്കെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ നികുതി അടക്കാൻ പോയ സമയത്ത് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നികുതി അടക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളുടെ പേരിൽ ഇതിലില്ല. റീസർവേ വന്നപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ കണ്ടില്ല, അത് ആരുതാന്ന് നമ്മൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറേ മുന്നേ കേട്ടോ, ഒരു 5-6 വർഷം മുന്നത്തെ ഒരു കഥയാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇതിൻ്റെ താലൂക്ക് ഓഫീസിൽ പോകാൻ പറഞ്ഞു. താലൂക്ക് ഓഫീസിൽ പോയപ്പോൾ അവിടെ കുറേ പേപ്പേഴ്സ് ശരിയാക്കണം. അവിടെ നിന്ന് ട്രഷറി പോയിട്ട് അതിൻ്റെ ഫീസ് ഉണ്ട്, ട്രഷറി പോയിട്ട് ഫീസ് കിട്ടിയിട്ട് അതിൻ്റെ ചലാനം അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് ആൾ വരും, വില്ലേജിക്ക് വന്നിട്ട് വില്ലേജിക്ക് തിരിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പേപ്പേഴ്സൊക്കെ പോകാനുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആൾ വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് അളക്കും. എന്നിട്ട് നമ്മളെ പേപ്പേഴ്സൊക്കെ നോക്കിയതിന് ശേഷമാണ് എനിക്ക് നികുതി അടക്കം കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാലയളവിൽ ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടിക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണില്ല. അപ്പോൾ നമ്മൾ ഈ നികുതി അടക്കം നമ്മൾ ഈ രജിസ്ട്രേഷൻ സമയത്ത് അപ്പോൾ ഒരു നികുതി അടച്ചത് ഈ വില്ലേജിൽ പോയിട്ടാണ് RR തണ്ടപ്പേപ്പർ എന്ന് പറഞ്ഞ പേപ്പർ അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ ആ സമയത്ത് നികുതി അടക്കാനും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് RR കിട്ടണില്ല. ഈ തണ്ടപ്പേപ്പർ കിട്ടാതെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ വില്ലേജത്തെ പേപ്പർ രേഖ ക്ലിയർ ആക്കണമെന്ന് ഈ RR നികുതി അടച്ച റെസീറ്റൊക്കെ വില്ലേജത്തെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എനിക്ക് ഈ പ്രശ്നമുള്ളത് അത് ഒരു 7-8 മാസത്തോളം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് എനിക്കത് കിട്ടിയത്. സപ്പോസ് ആ സമയത്ത് ഞാൻ എൻ്റെ വീട് വിൽപ്പനയ്ക്ക് വെച്ചൊന്ന് കൂട്ടിക്കോളി. എൻ്റെ വീട് ഞാൻ വിൽപ്പനയ്ക്ക് വെച്ച ആ സമയത്താണ് ഞാൻ അത് അറിയാണ്ട് ഒരാളുടെ നിന്ന് പൈസ വാങ്ങി. ഇപ്പോൾ ആരും പേപ്പറൊന്നും ചെക്ക് ചെയ്തില്ല. പിറ്റത്തെ മാസം രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ നികുതി അടക്കാൻ പോകുന്ന സമയത്താവും ഈ ഒരു പ്രശ്നം നമ്മൾ കാണുക. അപ്പോൾ പിന്നെ അതാകെ പ്രശ്നമാവും. പിന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഒരുപാട് കാലതാമസം വരും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവാണ്ടിരിക്കരുത്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത് പേപ്പറുകൾ ഫസ്റ്റ് ചെക്ക് ചെയ്തോളി എന്നുള്ളത്. 100 കൂട്ടം പ്രശ്നങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടങ്ങൾ പറഞ്ഞാൽ വേണ്ടി അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. 100 കൂട്ടം പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടാവും. അതിര് പ്രശ്നം ഉണ്ടാവും, ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള കച്ചറ ഉണ്ടാവും, കത്തിക്കുത്ത് വരെ നടന്ന കേസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പേപ്പറിലൊക്കെ അറിയാൻ പറ്റും. സ്വത്ത് തർക്കത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഈ സ്വത്ത് വാങ്ങുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ശരിക്ക് ചിന്തിച്ച് ആലോചിച്ചിട്ട് പേപ്പറൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രം മേടിച്ചോളി. ഈ പറയുന്ന ഞാൻ പോലും വാക്ക് കേട്ട് നിങ്ങൾ എടുത്ത് ചാടിക്കാണ്ട് പോയി ഇതാക്കരുത്. ഒരു കച്ചവടക്കാരും ഒരാൾ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് വാങ്ങരുത്. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണ്, ഞങ്ങളതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞു പോരും. പക്ഷെ അതിൻ്റെ പേപ്പറിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളത് ശരിക്കും നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാൻ പാടുള്ളൂ. വലിയ എമൗണ്ട് പേപ്പർ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ള എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോ ഇഷ്ടം പോലെ കേട്ടോ. നിങ്ങൾക്ക് എന്ത് പ്രോപ്പർട്ടിയാണ്, നിങ്ങളെ പൈസയാണ്, എവിടെ നിന്നാണ് ഓനപ്പാരതൊക്കെ പറയണം, അങ്ങനെ കരുതണ്ട. അങ്ങനെയുള്ള ഇതിൻ്റെ നൂലാമാലകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കച്ചവടമാകുമ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരാളെ നടുവിൽ നിർത്തുക. നിങ്ങളൊരു ബയ്യറും സെല്ലറും രണ്ടു കൂട്ടരും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്യാഷ് ഡീലിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കാൻ പറ്റായികയോ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അപ്പം സെൻട്രലിൽ ഒരാളെ നിർത്തി അയാൾ മുഖാന്തരം നമ്മൾ പൈസ കൊടുക്കാൻ ശ്രമിക്കുക. ആരും കാണാണ്ട് മെല്ലെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂർച്ഛിച്ച സംസാരമാവും. പിന്നെ നിങ്ങൾക്ക് തമ്മിൽ മുണ്ടാൻ പറ്റില്ല. വേറൊരാൾക്ക് പിന്നേൽ കടന്നു വരുമ്പോൾ അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരു ഇത് വരും, ഒരു ചെറിയൊരു ഇത്. അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. മനുഷ്യന്മാരെ കാര്യമാണ്. എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് വാങ്ങുക. എന്നിട്ട് ഡീലിങ് ഉറപ്പ് വരുത്തുക. നമ്മളെ ചാനലിൽ ഒരുപാട് വീട് കണ്ടിട്ട് ആൾക്കാർ നേരിട്ട് വീട്ടിലേക്ക് പോകും. അതൊക്കെ ഇത് പറഞ്ഞതാണ്. ഇപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആളുകൾ കമൻറ്റ് ഒരുപാട് ഇടും. അപ്പോൾ നിങ്ങൾ ഈ ഇടുന്ന കമൻറ്റുകൾ ഒരുപാട് ആൾക്കാർ ബാഡ് കമൻ്റായിട്ടിടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരുകയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അത് നമ്മളൊരു ഇതാവുമ്പോൾ അസൂയ പൂണ്ടിട്ടാണ് ചില ആളുകൾ അതിൻ്റെ മോശമാക്കാൻ തെറി കമൻറ്റുകളൊക്കെ ഇടും. പക്ഷേ ഞാനെന്താ വെച്ചാൽ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഒരാളൊരു വീട് വെക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെയാണ് ഇത് വരുന്നത്. എല്ലാവരും ഞാൻ പറഞ്ഞില്ല, 1-2 ആൾക്കാർ സ്ഥിരം എല്ലാ വീഡിയോസിലും കമൻ്റ് ഇടും. ഞാൻ പറയാനാവില്ല വിചാരിച്ച് ഒരുപാട് കാലങ്ങളായി പറയാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ എറണാകുളം ഒരു വീട് ഇന്നാളെ ഞാൻ ഇട്ടു. അപ്പോൾ അതിന് വില കൂടുതലാണ് പറഞ്ഞ ഒരു ചെക്കൻ അതിന് കമൻറ്റുണ്ട്. ചെക്കനോ ആരാണെന്ന് എനിക്കറിയില്ല. ഒരു ഷിജു അങ്ങനെ എന്തോ പേര്. വയനാട് ഇട്ടോ, അവിടെയും വില കൂടുതൽ. ഓന് എല്ലാത്തിനും വില കൂടുതലാണ്, ഇതിനാ വിലയൊന്നുമില്ല. പിന്നെ സ്ത്രീകളുണ്ട്, 2-3 സ്ത്രീകൾ. അപ്പോൾ ഇത് അത്രയൊന്നുമില്ല, ഈ അടുക്കള ഭാഗം കണ്ടില്ല, വൃത്തിയില്ലാത്ത വീട് എന്നൊക്കെ പറയും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ഒരേപോലെ ആവില്ല. ഒരു വീട് വിൽക്കാൻ ഏൽപ്പിക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥർ ഈ വീഡിയോ കാണുന്നുണ്ടോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. എനിക്കറിയാം, ഞാൻ പറയണം, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയണം. നിങ്ങൾ എന്ത് പറഞ്ഞോളി, ഈ വീഡിയോ അവതാരകൻ ശരിയല്ല, ഓൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞോളി. പ്രത്യേകിച്ച് ഒരു വീട് എന്നുള്ള സ്വപ്നം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളടുത്ത് വരുന്നത് ഒന്നും കച്ചവടക്കാരുടെ വീടുകളല്ല, എല്ലാം പാർട്ടിക്കാരുടെ വീടുകളും. മാക്സിമം നമ്മൾ ആ പേപ്പറൊക്കെ ജെനുവിനായിട്ട് കൊടുക്കാനേ ശ്രമിക്കുള്ളൂ. മാക്സിമം നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇന്നലെയും കൂടെ ഒരു കച്ചവടത്തിന് ഒരു ടീം വന്നിട്ട് ഞാൻ അവർക്ക് 1000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് നിങ്ങൾ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമല്ല ആരാ വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരാളെ കൊണ്ടുപോയിക്കാണ്ട് ഒരു ആധാരം ഇതിന് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പറയാം അത് ഓൻ്റെ ആളടുത്ത് കൊണ്ടുപോയിക്കാണ് അന്ന് നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ ഒരു കള്ളനെ. അപ്പോൾ ഒരു ചെക്ക് ചെയ്തോട്ടെ, ഒരിക്കലും ഇഷ്ടമല്ല എവിടെ നിന്ന് വെച്ചാൽ ഒരു ചെക്ക് ചെയ്തോട്ടെ വിചാരിച്ചിട്ട് വന്നു. അപ്പോൾ ഈ കമൻറ്റ് നിങ്ങൾ ഈ വീടുകൾക്ക് ദയവ് ചെയ്തിട്ട് അവിടെ ബാത്റൂം വൃത്തിയില്ല, അടുക്കള ഭാഗങ്ങൾ അതങ്ങനെ ചെത്തൽ പിടിച്ച് കിടക്കുകയാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇത് വീട്ടുകാർ കാണുന്നുണ്ടാവും. അവർക്ക് മാനസികമായിട്ട് അവർക്ക് ഭയങ്കര അധികം വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ആ അവസ്ഥ വന്ന് നോക്കണം. ഈ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു കൂരപ്പര പോലും ഉണ്ടാവില്ല നിങ്ങളിങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ചില ആളുകൾക്കൊന്നും വീടുണ്ടാവില്ല. അതേപോലെ നിങ്ങൾക്ക് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലോണുകൾ കൊണ്ടോ പൈസ ബുദ്ധിമുട്ടിയാണ്ട് ആ വീട് വിൽക്കാനുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. മനുഷ്യത്വം എന്നൊരു സംഭവമല്ലേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ബാഡ് കമൻറ്റുകളൊന്നും ചെയ്യരുത്. അതൊന്നും ശരിയായിട്ടുള്ള പ്രവർത്തനമല്ല. പല ആളുകൾ നമ്മൾ ചോദിക്കാറ്, കമൻറ്റ് കൂടെ ചോദിക്കുകയാണ് നിങ്ങളെന്താ ഫസ്റ്റ് സ്ഥലം പറയാത്തത്, അതുപോലെ തന്നെ വില പറയാത്തത് ചോദിക്കും.
അതിനുള്ള ഒരു കാരണം റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് പല വീഡിയോസുകളും ഇതൊക്കെ നമ്മളിങ്ങനെ കാണും. അതൊക്കെ വളരെയധികം നമ്മൾ ആസ്വദിച്ചതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണണം, അതൊക്കെ ഫുള്ളായിട്ട് കാണും. എന്നിട്ട് നമ്മൾക്ക് അതിലൊരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ വീഡിയോ കാണുന്നത് ആളുകൾ എന്താ വെച്ചാൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീട് താല്പര്യമുള്ള ആൾക്കാരും കാണാം. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ വീട്, ചില ആൾക്കാർക്ക് ഇതൊരു ക്രേസാണ്, വീട് വാങ്ങാൻ കഴിയുന്നുണ്ടാവില്ല, എന്നെങ്കിൽ കൂടി അവരിങ്ങനെ കാണും. നമ്മൾക്കിപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഓരോരോ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾ വീട് പുതിയതായിട്ട് കെട്ടണം, പണിയണം എന്നുള്ളത് പല വീടുകളുടെ ഇൻറ്റീരിയൽ വർക്കും അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ റൂമുകൾ, അതിൻ്റെ ടൈല്, ബാത്റൂം ടൈല്, ലൈറ്റ്സ്, ഇതൊക്കെ ഡിഫറെൻ്റ് ആവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് എവിടെന്നെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ നുള്ളി പൊറുക്കിയിട്ട് നമുക്കൊരു വീട് കെട്ടുമ്പോൾ അങ്ങനെയുള്ളൊരു ഐഡിയകൾ കിട്ടും ചില ആളുകൾക്ക്. മഞ്ചേരി വീടെടുക്കുമ്പോൾ വീട് ചെയ്യുമ്പോൾ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിട്ട് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും, ആളുകൾ വന്നിട്ട് അത് സ്കിപ്പ് ചെയ്ത് പോകും. ചിലപ്പോൾ വീട് കാണുമ്പോൾ, വീട് അങ്ങനെ ഉണ്ടല്ലോ, വീടൊന്ന് കാണുമ്പോൾ ആളുകൾക്ക് പറ്റും, മഞ്ചേരി നല്ല വൃത്തിയുള്ള വീടാണ്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വാല്യൂം റീസണബിളാണ്, അപ്പോൾ നമുക്ക് ആ ഭാഗത്താണ് വിചാരിച്ച് എന്താ കുഴപ്പം, അത് പ്രശ്നമൊന്നുമില്ല. ചില ആളുകൾ അപ്പോൾ അത് മൈൻഡാക്കില്ല. അങ്ങനെ വീട് വന്ന് വാങ്ങിയിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്ലസ് പോയിൻ്റാണ് ഞാൻ കാണുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത് വില. അപ്പോൾ നമ്മളൊരു 20 ലക്ഷം റുപ്യയുടെ ഒരു ബഡ്ജറ്റിലൊരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയണം ഇതിന് 30 ലക്ഷം റുപ്യയുടെ വീടാണെന്ന് പറയുമ്പോൾ ആളുകൾ അത് പറ്റിയാവും. 30 ലക്ഷം നമുക്ക് പറ്റില്ല. നേരെ മറിച്ച് അത് കാണുമ്പോൾ അതിൻ്റെ ഓരോ വർക്കുകൾ, അതിൻ്റെ ഓരോ സെറ്റപ്പുകളൊക്കെ കാണുമ്പോൾ വീട് ഇഷ്ടപ്പെടും. പിന്നെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന വില അല്ലത് ഉണ്ടാവുക. ഇപ്പോൾ ഒരാളിപ്പോൾ 20 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് പറഞ്ഞു കൂട്ടിക്കോളി, എൻ്റെ വീടിന് 20 ലക്ഷം കിട്ടണം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നോക്കും അതിൻ്റെ ലൊക്കാലിറ്റി, അവിടെ എത്ര മാർക്കറ്റ് ഉണ്ട്, വീട് സ്ക്വയർ ഫീറ്റ് എത്ര ഉണ്ട്, അതിന് കൂട്ടുമ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ആവറേജ് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു പറയും ഇത്ര പറഞ്ഞാലല്ലേ നമുക്ക് ഇത്ര കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ ചില ആളുകളിൽ ഈ വിൽക്കാൻ വെച്ച ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ 25 പറഞ്ഞാലേ നമുക്ക് 20 കിട്ടുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശം ചില ആളുകൾക്കുണ്ടാവും. ഞാൻ തന്നെ 25 പറയുമ്പോൾ ഇപ്പോൾ ഒരു 20 കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയില്ല അത്രയൊന്നും കൂട്ടി പറയണ്ട, ഒരു 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ കൂട്ടി പറഞ്ഞിട്ട് പിന്നെ കച്ചവടമാകുമ്പോൾ ചെറിയ ഇതാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയും. എന്നിട്ട് ഈ ആൾക്കാർ ഫസ്റ്റിൻ്റെ അടുത്ത് പറയും 25 ലക്ഷം കിട്ടണം. പിന്നെ ഒരു മാസം കഴിയുന്നൊരു ചിലപ്പോൾ ഒരു മാസം കൊണ്ട് വിറ്റ് പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ രണ്ടാമത്തെ മാസത്തേക്ക് എത്തുമ്പോഴത്തേനും ബാങ്കിൽ നിന്ന് വിളി വരുന്നുണ്ട്, നമുക്കൊരു 18 ഇട്ടേ കൊടുക്കായിരുന്നു. അപ്പോൾ ഈ വർത്താനം അവർക്ക് ആദ്യം തന്നെ പറയണമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പെട്ടെന്ന് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യമുള്ള പൈസ ആദ്യം പറഞ്ഞ് കുറച്ചെന്തെങ്കിലുമൊക്കെ കൂട്ടി പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോകളിലൊക്കെ ചില വീഡിയോകളൊക്കെ നമ്മൾ പറഞ്ഞ വിലയിൽ ഒരുപാട് താഴ്ത്തിയിട്ട് വരും. അപ്പോൾ നിങ്ങൾ അതിൽ പറഞ്ഞ വിലകൾ നോക്കണം. വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആ വീടാണ് ഇന്നലെ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തത്. എത്രയ്ക്ക് അറിയാം? 19 ലക്ഷം റുപ്യക്ക്. അപ്പോൾ എത്രയായി? 6 ലക്ഷം റുപ്യയുടെ ഡിഫറൻസാണ് അവിടെ വന്നത്. അപ്പോൾ അവരിത് അങ്ങനെയുള്ള ഒരു കുറച്ച് പെട്ടെന്നൊരു ക്യാഷിൻ്റെ പ്രോബ്ലം വന്നു. അപ്പോൾ ഒരു 25 കിട്ടണം എന്ന് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു. അപ്പോൾ നല്ല റീസണബിൾ റേറ്റും നല്ല പ്രോപ്പർട്ടി നല്ലതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ആളുകൾ ക്യാച്ച് ചെയ്യും, അതിൽ സംശയമില്ല. അപ്പോൾ അതാണ് നമ്മൾ വില അവസാനം പറയുന്നത്. വീട് കണ്ടിട്ട് ചില ആളുകൾക്ക് വീട് ഇഷ്ടപ്പെടുമ്പോണ്ടല്ലോ എന്നാൽ കുറച്ചും കൂടെ കുഴപ്പമില്ല, നല്ല വീടാണ്, നല്ല ബെറ്റർ വീടാണ്, ഒരെവിടെന്നെങ്കിലും കുറച്ച് എന്തെങ്കിലും ക്യാഷൊക്കെ അറേഞ്ച് ചെയ്തതിനുള്ളിൽ പൊറുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട് ഉറപ്പിക്കും. അതുകൊണ്ടാണ് വിലയ്ക്ക് അവസാനം പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കരുത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത്ത് കൂടി ആവശ്യമില്ലാതെ കുറേ സംസാരിച്ചു, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാളെ നോക്കാം. ഇപ്പോൾ ഒരുപാട് സമയമായിന്, ഒരുപാട് വീഡിയോ ആയി, ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് ലാഗ് അടിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എന്താ വെച്ചാൽ മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റിൽ, അല്ല വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോയില്ലേ ഞാൻ. മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്, വളരെ അപൂർവം വീഡിയോകൾ മാത്രമേ ഒരു 10 മിനിറ്റിന് മുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും വലിയ വീട് 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ലോണിൻ്റെ കാര്യം ഞാൻ സംസാരിക്കേണ്ടത് പോലെ സമയം കിട്ടുമ്പോൾ ലോൺ എങ്ങനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഫാമിലി ഫ്രണ്ട്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്, സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ സമയം കിട്ടുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിതുപോലെ വരാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.